അപ്പോൾ നമ്മളൊന്ന് ജിലേബിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് ജാംഗ്രി എന്ന് പറയും. ഇത് ഉഴുന്നുമാവ് കൊണ്ട് ഉഴുന്ന് അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ജിലേബി ആകുമ്പോൾ മൈദ മാവൊക്കെ ചേർത്തിട്ടാണ് ജിലേബി ഉണ്ടാക്കുക. പിന്നെ ഇത് ഒരു മണിക്കൂർ നമുക്ക് കുതിർത്തിയെടുത്താൽ മതിയാകും. മറ്റേ ജിലേബി ആകുമ്പോൾ ഒരു 6-7 മണിക്കൂർ നമുക്ക് കുതിരാനിടണം. അതുപോലെ മാവ് പുളിക്കാനും വെക്കണം. ഇത് നമുക്ക് ഉണ്ടാക്കി ഉടനെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം വരെ നിങ്ങൾ കാണണമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നിരിക്കും. അപ്പോൾ നമുക്കിതിനെ കഴുകിയിട്ട് 1 മണിക്കൂർ കുതിരാനിടാം. കുതിരാൻ വയ്ക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. അതിരിക്കട്ടെ. നമുക്കിനി അടുപ്പ് കത്തിക്കുക. കുറച്ച് പഞ്ചസാര ലായനി ഉണ്ടാക്കിയെടുക്കണം. നമുക്കൊരു ചട്ടി വെച്ച് നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കാം. പഞ്ചസാര ഉണ്ട്. ഇത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. പഞ്ചസാര മാത്രം പോരാ. എന്നിട്ട് നമ്മളിതിനെ രണ്ടിനും കൂടി മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി ഒന്ന് ലയിപ്പിച്ച് ചേർക്കണം ഇതിൽ. അങ്ങനെ നമ്മുടെ പഞ്ചസാര ലായനി നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒട്ടിയില്ലാന്നൊരു രീതിയിൽ കിട്ടണം. ഇനി നമുക്കിതിൽ ഒരു നാരങ്ങ പിഴിയാം. ഇതെന്തിനറിയോ? ഇത് കട്ടിയാവാതിരിക്കാനാണ്. ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ കുറുകി കട്ടിയാവും. കട്ടിയാവാതിരിക്കാനും ചെറിയൊരു പുളിപ്പും കിട്ടും നമുക്ക്. നമുക്കിത് ഓഫ് ചെയ്യാം. മതി. അപ്പോൾ നമ്മൾ മാവ് കുറച്ച് ആട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കളർ ആഡ് ചെയ്യണം. ഇത് അങ്ങനെ നമുക്ക് ചുടാൻ പറ്റില്ല. കുറച്ച് മാവ് ആട്ടിയെടുത്ത് നമുക്ക് ചുടാനേ പറ്റുള്ളൂ. അപ്പോൾ ഇനിയുണ്ട് സാധനം. അത് ആയിക്കൊണ്ടിരിക്കും. കുറച്ച് നമ്മൾ ഗ്രൈൻഡറിലിട്ടു. സംഗതി കല്ലിലാട്ടിയാൽ നമുക്ക് തീരില്ല. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കളർ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്യണം. കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഉഴുന്നാട്ടുമ്പോൾ കുറച്ച് അരിപ്പൊടി കൂടെ ഇട്ട് ആട്ടിയാൽ ഈ കോൺഫ്ലവർ നമുക്ക് അധികം ഇടേണ്ട വരില്ല. അപ്പോൾ നമ്മൾ കോൺഫ്ലവറും ഉഴുന്നുമാവും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാം. നമുക്കൊരു ചട്ടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ജിലേബി ചട്ടിയാണത്. ഓയിൽ ഒഴിക്കാം. വലിയ ചട്ടി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഓയിൽ വേണ്ടി വരും. ഇതാണ് നമ്മൾ ജിലേബി ഉണ്ടാക്കുന്ന തുണി. ഇത് തെച്ചതാണ്. നമ്മളെ ഒരു സുഹൃത്തും കൂടി എത്തിയിട്ടുണ്ട് ജിലേബി ചുറ്റാൻ. പുള്ളി ജിലേബിയാണ് പണി. അപ്പോൾ നമുക്ക് ഇതിൽ മാവിട്ട് കൊടുക്കാം. അതെയോ? ഓക്കെ. ഇനി നമുക്ക് ഇത് മടക്കിയാണ്. ഇത് മടക്കി ചുറ്റുക. നമ്മൾ തിരിച്ചുമ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ വരുന്നതാണ് അതുപോലെ. ഓക്കെ. ഇത് നമ്മുടെ ഒരു സുഹൃത്താണ്. പുള്ളി ജിലേബി കടയിലാണ് പണി. ജിലേബി ഉണ്ടാക്കലാണ് പുള്ളിക്ക് ജോലി. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഈ തുണി, ആ ചുറ്റുന്ന തുണിയൊക്കെ പുള്ളിയുടെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു തുണി എടുത്ത് കയറി ചെറിയൊരു ഹോൾ അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇവരത് പ്രൊഫഷണലായിട്ട് അതിനകത്തൊരു പിന്നൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മളിപ്പോൾ വീട്ടിലൊന്നും ഇത്രയും ഉണ്ടാക്കില്ല. നമ്മളൊരു 10-500 ജിലേബി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരാളുണ്ടാക്കി തീരുമില്ല. അപ്പോൾ പുള്ളിൻ്റെ അടുത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ വിളിച്ചാണ്. രാജ എന്നാണ് പുള്ളിയുടെ പേര്. ജിലേബി പ്രൊഫഷണലാണ്.
നല്ല അടിപൊളി ഒറിജിനൽ ജിലേബിൻ്റെ മണം. ഒറിജിനൽ തന്നെ ഇത്, അല്ലാണ്ട് വ്യത്യാസമൊന്നുമില്ല. ചിലർ അരിമാവൊക്കെ ചേർത്ത് ഉണ്ടാക്കും, ചിലർ കോൺഫ്ലവർ ചേർത്ത് ഉണ്ടാക്കും. ഇവിടെയൊക്കെ നമ്മുടെ ജിലേബി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഈ പഞ്ചസാര ലായനിലിട്ട് മുക്കാം. നല്ലപോലെ എണ്ണ കുടഞ്ഞെടുത്തിട്ട് ആ ചൂട്ടോടെ തന്നെ പഞ്ചസാര ലായനിലിട്ട് ഒന്ന് മുക്കി പിടിക്കുക. ഒരു 2 സെക്കൻഡ് മുക്കി പിടിച്ചാൽ അതിനകത്തൊക്കെ ഈ പഞ്ചസാര ലായനി കയറും. ഒരു 30 സെക്കൻഡ് അതിനകത്ത് ഇട്ട് വെച്ചാൽ നല്ലവണ്ണം ഇത് കയറും. ഇത് ഉടനെ കഴിക്കാൻ അത്ര സോഫ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, കുറച്ച് ഇതായിരിക്കും. പക്ഷേ 2 ദിവസം വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആവും. അല്ല, അതിനകത്ത് കയറുമ്പോഴാണ് അതിൻ്റെ ശരിക്കും കളർ മാറുക. കളർ മാറി വരുന്നുണ്ട്. ഇതെടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം ഇത് കുടഞ്ഞിട്ട് വേണം നമ്മൾ തട്ടിലേക്ക് മാറ്റാൻ. അടിപൊളി. 2 സൈഡിനെ മറിച്ചിട്ട് കൊടുത്ത് നല്ലോണം വേവിച്ചെടുക്കണം. നമുക്ക് 2-3 എടുത്ത് ടേസ്റ്റ് നോക്കാം. നമ്മുടെ ജിലേബി സ്മൂത്ത് ആകണേ ഉള്ളൂ. സംഗതി ഉണ്ടാക്കിയതും കഴിക്കുമ്പോൾ സ്മൂത്ത് ഉണ്ടാവില്ല. ഒരു ദിവസം ഇരിക്കണത് എങ്കിലേ അതിൻ്റെ ശരിക്കുള്ള ഒരു സ്മൂത്ത് കിട്ടുള്ളൂ. എന്താ അപ്പം ഇത്തിരി ഒരു മുരുമുരുന്നുണ്ടാവും. ഈ പഞ്ചസാര ലായനിയൊക്കെ ഇതിനകത്ത് കയറിയിട്ട് ഒരു ദിവസം കഴിയണം അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ചൂട്ടോടെയാണ്, ഇപ്പോൾ ചൂട് ഉണ്ടായിക്കൊണ്ടിരിക്കണം അവിടെ. അപ്പോൾ മധുരമാണല്ലോ ജിലേബി. മധുരം വേണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ജിലേബി ആരോ എന്ത് അതെ, ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇത്തിരി നോക്കിയിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ സംഗതി അടിപൊളി കേട്ടോ. നമ്മൾ കോൺഫ്ലവർ ഒക്കെ ഇട്ടല്ലേ, അപ്പോൾ സോഫ്റ്റ് ആകാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. പക്ഷേ എങ്കിലും സംഗതി അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ഒരു ഇതിലാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് കളറ് ഫുഡ് കളറാണ് ഒരു വിഷയം. ഫുഡ് കളർ ഇടാണ്ട് ഈ കളർ കിട്ടൂല, അതാണ് എൻ്റെ ഒരു സംഭവം. പിന്നെ നമ്മുടെ രാജേട്ടൻ വന്നപ്പോൾ സംഗതി ഉഷാറല്ലേ, ചുറ്റാനാളും കിട്ടിയപ്പോൾ അല്ലേ. അത് ഒരുപാടുള്ളത് കൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ചുറ്റിയാൽ തീരില്ല. അതാണ് അതിൻ്റെ പ്രൊഫഷണലാകുമ്പോൾ പെട്ടെന്ന് ചുറ്റി എടുക്കും. അപ്പോൾ നമ്മൾ ഇത്ര ഉണ്ടാക്കിയെന്ന് പറയാം. നമ്മളിന്ന് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഇതൊരു 10-15 വെച്ച് പാർസലാക്കി നമുക്ക് കൊടുക്കാം. എന്ത് സംഗതി കടയിലൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരെണ്ണത്തിന് 7 രൂപ എന്തോ വിലയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. ജിലേബി കണ്ട് ശരിക്ക് കണ്ണ് തള്ളി. അതെ, കണ്ടിട്ടേ മതിയായി. ഇപ്പം തിന്നാൻ വയ്യ. പിന്നെ മധുരമാണല്ലോ, കുട്ടികൾ കാണുന്നത് കൂടുതൽ താല്പര്യം ഉണ്ടാകാം. അപ്പോൾ നമ്മളെന്തായാലും ഇതൊക്കെ പാർസൽ ചെയ്ത് നമ്മൾ
ഇവിടെയുള്ള നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി പോകണം. പാർസൽ ചെയ്യുന്നത് മാത്രമേ കാണിക്കുള്ളൂ, കൊടുക്കുന്നത് കാണിക്കില്ല അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആ പാർസൽ എങ്ങനെ ചെയ്യാം, എന്താണ് പരിപാടി എന്ന് നോക്കാം. നമുക്ക് പാർസലാക്കാം. 3, 4, 5, 6, 7, 8 ഏഴെണ്ണം കയറുള്ളൂ. റബ്ബർ ബാൻഡ് കേട്ടോ, 10 കൊടുക്കാൻ വിചാരിക്കണം, പക്ഷേ 7 കയറുള്ളൂ. ഇപ്പോൾ അപ്പോൾ നമ്മൾ പാർസലാക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ആളുകൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതിലും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.